ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെതിരെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ എന്നും പ്രഖ്യാപിക്കുന്ന സ്വാതി പ്രാജ ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന നിലപാടാണ് അവർ ഊട്ടിയുറപ്പിക്കുന്നത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, രൂക്ഷമായ വിമർശനം പല ഘട്ടങ്ങളിലും ഈ നേതാവിന് നേരെ ഉണ്ടാകുന്നുണ്ട്. ആവർത്തിച്ച പ്രതികരണം വരുമ്പോൾ ഷാരൂഖ് ഖാന് നേരെ ഏതു തരത്തിലുള്ള വാളാണ് ഈ സ്വാതി പ്രാജ ഇപ്പോൾ വീശുന്നത്? പ്രദീപ്, രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാഹിത്യകാരന്മാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നതിനെ ബഹുമാനിക്കുന്നു എന്ന് ഇന്നലെ ഷാരൂഖ് ഖാൻ പറഞ്ഞിരുന്നു. തന്റെ 50ാം പിറന്നാൾ ആഘോഷത്തിനിടയിലാണ് ഷാരൂഖ് ഖാൻ എടുത്തു പറഞ്ഞത്. അത് രാജ്യത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. കാരണം ഈ അസഹിഷ്ണുതകളൊന്നും അംഗീകരിക്കില്ല, തനിക്ക് നേരത്തെ ലഭിച്ച പത്മശ്രീ വേണമെങ്കിൽ തിരിച്ചു നൽകാം എന്നുവരെ ഷാരൂഖ് പറഞ്ഞിരുന്നു. ഈ ഷാരൂഖിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സ്വാതി പ്രാജിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാനെതിരെ കടുത്ത ഭാഷയിൽ, വളരെ പ്രകോപനപരമായ ഭാഷയിലാണ് അവർ സംസാരിച്ചത്. ഷാരൂഖ് ഖാൻ പാകിസ്ഥാൻ ഏജന്റാണ്, അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് കിങ് ഖാൻ മടങ്ങി പോകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ പോലും ഈ ഷാരൂഖ് ഖാനെതിരെയും അമീർ ഖാനെതിരെയും ഒക്കെ പ്രസംഗിച്ച ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവാണ് ഈ പ്രാചി. ഇവർ ആവശ്യപ്പെട്ടത് ഇവരുടെ സിനിമകൾ കാണരുത്, ഇവരുടെ സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ കീറിക്കളയണം എന്നാണ്. അത്തരത്തിലുള്ള മത അസഹിഷ്ണുത വളർന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്ന അവർ ഇപ്പോൾ ഷാരൂഖ് ഖാനെതിരെ വളരെ ശക്തമായ രീതിയിൽ തിരിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച പ്രതികരണം ഒന്നും ബോളിവുഡിൽ നിന്ന് രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും പ്രാചിയുടെ ഈ പ്രസ്താവന വളരെ പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രതിഷേധം വരുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവർ വളരെ കടുത്ത നിലപാടുകൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്വീകരിക്കാറുണ്ട് പ്രസ്താവനയായി. ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല ഈ സ്വാതി പ്രാജിയുടെ പരാമർശങ്ങൾ വരുന്നത്. ഷാരൂഖ് ഖാനെതിരെ ഇപ്പോൾ അതിശക്തമായി വരുമ്പോൾ നടപടികൾ അല്ലെങ്കിൽ ബോളിവുഡിന്റെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഇത്തരം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണം നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരം തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ എന്തുകൊണ്ട് നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ കടിഞ്ഞാണിടാൻ ഇവർക്ക് സാധിക്കുന്നില്ല? സന്തോഷ്. പ്രദീപ്, അല്പം മുമ്പ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഇതേ ചോദ്യം തന്നെയാണ് അരുൺ ജെയ്റ്റ്ലിയോട് ഉയർന്നത്. എന്തുകൊണ്ട് ഇവരെ നിലയ്ക്ക് നിർത്തുന്നില്ല എന്നതായിരുന്നു ചോദ്യം. പക്ഷെ അരുൺ ജെയ്റ്റ്ലി അത് പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷെ ഇത്തരം പ്രസ്താവനകളിലൂടെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ, അതായത് സ്വാതിയല്ല, അതായത് ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ ആ ദാദ്രി ഇഷ്യൂലൊക്കെ സാഹിത്യകാരന്മാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നതിനെ വിമർശിക്കാനാണ് BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി ശ്രമിച്ചത്. അല്ലെങ്കിൽ BJPയുടെ പൊതു രീതി അതാണ്, വിമർശിക്കുന്നവരെ എതിർക്കുന്ന ഒരു രീതി. അതാണ് ഇത്തരം വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളൊക്കെ ഇത്തരത്തിൽ പ്രകോപന രീതിയിൽ സംസാരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പുരസ്കാരം മടക്കി നൽകുന്നവർ രാജ്യദ്രോഹികളാണെന്ന് വരെ നേരത്തെ ഈ സ്വാതി പറയുകയും ചെയ്തു. അന്നൊന്നും ഇവരെ തടയാൻ ശ്രമിച്ചില്ല. അതിന്റെ ഭാഗമാണ്, അതിന്റെ ഒരു കുറച്ചുകൂടി മുമ്പിലോട്ടാണ് അവർ ഈ ഷാരൂഖ് ഖാൻ വ്യക്തിപരമായ രീതിയിൽ ഈ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നവരെ ആക്രമിക്കുന്നതിലേക്ക് തുനിയുന്നത്. എന്തായാലും ഹിന്ദു നേതാക്കളോ അല്ലെങ്കിൽ BJP നേതാക്കളോ ഇത് തടയാൻ ശ്രമിക്കുന്നില്ല എന്നത് കൂടുതൽ അസഹിഷ്ണുത വളർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. പ്രദീപ്. യെസ്, സന്തോഷ് സർലിംഗ്. ഇപ്പോൾ ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെതിരെ കടുത്ത നിലപാടുമായാണ് സ്വാതി പ്രാചി രംഗത്തെത്തിയിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ ഇന്ത്യയിലല്ല താമസിക്കേണ്ടത്, പാകിസ്ഥാനിലേക്ക് ഷാരൂഖ് ഖാൻ പോകണം. അത് ആവർത്തിക്കുകയാണ് സ്വാതി പ്രാചി. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം തീവ്ര ഹിന്ദു നിലപാടുകൾ സ്വീകരിക്കുകയും വിരുദ്ധാഭിപ്രായങ്ങൾ പറയുന്നവരെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് ഇടയിൽ ശക്തമായ പ്രതിഷേധം വരുമ്പോഴും സ്വാതി പ്രാചി ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവരോട് ചോദിക്കുമ്പോഴും അതിന് കൃത്യമായി ഇത്തരം നേതാക്കളെ എതിരെ കടുത്ത നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന വിമർശനവും ശക്തം. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്നും.